Hello SSLC family. അപ്പോൾ നമുക്ക് ഇനി എന്താണ് 2 ദിവസമുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ SSLCക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹിന്ദി എക്സാമും ഉണ്ട് ബയോളജി എക്സാമും ഉണ്ട് അല്ലേ. അപ്പോൾ ദേ സാറ്റർഡേ 6 മണിക്കായിരിക്കും നമ്മളുടെ ഹിന്ദിയുടെ റിവിഷൻ ഉണ്ടാവുക. ആൻഡ് 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ നമ്മളുടെ ചാനലിൽ വരിക ആൻഡ് അടിപൊളിയായിട്ട് ഹിന്ദി പഠിക്കുക. ദെൻ 7:30 നമ്മളുടെ ബയോളജിയുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മിസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് വരണം. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞ് സൺഡേ. അപ്പോൾ സൺഡേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. നമ്മളുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേൾഡ് കപ്പ് ഫൈനലൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫൈനൽ മാരത്തണാണ് സൺഡേ നടക്കാൻ പോകുന്നത്. അപ്പോൾ സൺഡേ എന്തായിരിക്കും നമ്മളുടെ ടൈം ടേബിളിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യുക. നമ്മൾ 5 മണിക്ക് നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. കണ്ടിന്യൂസ് ലൈവായിരിക്കും. അതിൽ ഹിന്ദിയും ബയോളജിയും ഉണ്ടാകും. ആൻഡ് 8:30 വരെ. ഓക്കെ. മാക്സിമം നമ്മൾ നിങ്ങളെ 8:30 മുൻപായിട്ട് ഒരു 8:15 ആകുമ്പോഴേക്കും വിടുന്നതായിരിക്കും. ആൻഡ് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ എന്ത് ചെയ്യാൻ പറ്റും, സമാധാനത്തോടെ നമുക്ക് വേൾഡ് കപ്പൊക്കെ കണ്ട് നമ്മൾ ടീമൊക്കെ ജയിക്കുന്നതൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ടൈം നോട്ട് ചെയ്യുക. സാറ്റർഡേ 6 മണിക്കും 7:30 ആയിരിക്കും ലൈവ്. അത് സെപ്പറേറ്റ് ലൈവ് ആയിരിക്കും. പക്ഷേ സൺഡേ 5 മണിക്ക് തുടങ്ങുന്ന ലൈവ് കണ്ടിന്യൂസ് ആയിരിക്കും. ആ ഒരൊറ്റ ഫൈനൽ മാരത്തണിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി ഹിന്ദിയും സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ മൺഡേ, അതായത് തിങ്കളാഴ്ചയാണ് നമ്മളുടെ ഹിന്ദി ബയോളജി എക്സാം അല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു ഫൈനൽ ബൂസ്റ്റർ റിവിഷൻ ഉണ്ടാകും. നമുക്ക് 6:30 ആയിരിക്കും. അപ്പോൾ രാവിലെ എല്ലാവരും എക്സാമിനൊക്കെ പോകുന്നതിന് മുൻപ് 6:30 നമ്മളുടെ ചാനലിൽ വരിക. നമുക്കൊരു ഫൈനൽ ബൂസ്റ്റർ റിവിഷൻ ഉണ്ടാകും. നമ്മൾ ഹിന്ദിയും ബയോളജിയും ഒക്കെ ഒറ്റയടിക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് നല്ല സമാധാനത്തോടെ എക്സാം എഴുതാൻ പോകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളും ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നാളെ 6 മണി 7:30 മറ്റന്നാൾ 5 മണിക്കായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ. അത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെ അറിയിക്കുക. ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും കറക്റ്റ് ടൈമിന് വരിക. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസ് അറിയാമല്ലോ. നമ്മളുടെ എക്സാം കഴിഞ്ഞിട്ട് 22 ഡിസംബറിൽ നമുക്ക് എന്തുണ്ട്, നമ്മളുടെ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിൻ്റെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ട്. നമ്മളുടെ ഒരു ഫുട്ബോൾ മാച്ചായിരിക്കും. അപ്പോൾ ആ ഫുട്ബോൾ മാച്ചിൻ്റെ ആ ഒരു ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റുക നമ്മളുടെ എക്സാം എൻ്റെ ഒഫീഷ്യൽ ചാനലിലായിരിക്കും. അതിനകത്ത് കുറേ സർപ്രൈസസും നമ്മളുടെ ഗിവ് അവേ വിന്നേഴ്സിനെയും ഒക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഗിവ് അവേ ഒക്കെ ഉണ്ടാകും. ആൻഡ് നമ്മളുടെ കുട്ടികളിൽ കുറച്ച് പേർക്ക് നമ്മളുടെ കൂടെ ഈ ഒരു ഫുട്ബോൾ മാച്ചിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും ഒക്കെ നമ്മളുടെ ഒഫീഷ്യൽ ചാനലിൽ, നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഒഫീഷ്യൽ ചാനലിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഓണാക്കി വെക്കാം. അപ്പോൾ മറക്കരുത് 22 ഡിസംബർ 7 PM. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്. ഇന്നും നാളെയും മറ്റന്നാളെയും ഒക്കെ ക്ലാസ് ഉണ്ട്. ടൈം നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.